ശ്രീ ടി പി ശ്രീനിവാസൻ, വളരെ ഭയചകിതമായ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യക്ഷത്തിലൊന്നും കാണുന്നുമില്ല. ഇറാനൊക്കെ വെടിനിർത്തലിന് വേണ്ടി ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അങ്ങ് കാണുന്നത്? ഇത് അധികം വൈകാതെ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് വരാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടോ? ഇതൊരു വളരെ സങ്കീർണമായ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നിർണയം തുടങ്ങിയ കാലഘട്ടം. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലോകത്തിന്റെ ഇൻട്രസ്റ്റ് ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആയിക്കൂടാ എന്നതാണ്. അതിനുവേണ്ടി പല ശ്രമങ്ങളും ഞാൻ അറ്റോമിക് എനർജിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുതലേ ഉള്ളതാണ്. അത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡിസയറാണ്. ഇറാനിയൻ ഡിപ്ലോമാറ്റ്സിനോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അവരെപ്പോഴും ഒരു സ്വപ്നം കാണുന്നത് ഇന്ത്യയെ പോലെയുള്ള ഒരു സ്റ്റേറ്റസ്. നമ്മൾ NPT ഒപ്പിടാത്തത് കൊണ്ടാണ് നമുക്ക് ആ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇറാൻ NPT ഒപ്പിട്ട രാജ്യമാണ്. അപ്പോൾ NPT ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ പലപ്പോഴും അവർ എന്നോട് പറയാറുണ്ടായിരുന്നു, ഇന്ത്യയെ പോലെ മതിയായിരുന്നു, നമ്മൾ ഒപ്പിടാതിരുന്നാൽ ബെറ്റർ ആയിരുന്നതിന്. പക്ഷേ ഇറ്റ് ഈസ് ടു ലേറ്റ്. വിഡ്രോ ചെയ്യാൻ പറ്റില്ലല്ലോ. DPRK വിഡ്രോ ചെയ്യാൻ നോക്കിയിട്ട് സെക്യൂരിറ്റി കൗൺസിൽ അനുവദിച്ചില്ല. അപ്പോൾ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇറാൻ ശ്രമിച്ചത് അറ്റോമിക് എനർജി ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് അവർ എൻറിച്ച്മെന്റ് ലിമിറ്റഡ് ആണെന്ന് ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെയാണ് അവസാനം ഇയാളുടെ കാലത്ത്, നമ്മുടെ ബറാക് ഒബാമയുടെ കാലത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ടായത്, JCPO എന്ന് പറയുന്നത്. അപ്പൊ ആ എഗ്രിമെന്റിൽ 15 കൊല്ലത്തേക്കെങ്കിലും 15 കൊല്ലത്തേക്ക് സ്പെസിഫിക് ആയിട്ടും ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതൊരു ചെറിയ സൊല്യൂഷൻ ആയിരുന്നു. പക്ഷെ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ 15 കൊല്ലത്തേക്ക് എന്തുകൊണ്ടാണ്, എല്ലാ കാലത്തേക്കുമാണല്ലോ വേണ്ടതെന്ന് പറഞ്ഞു അദ്ദേഹം വിഡ്രോ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഇറാനെതിരായിട്ട് അറ്റോമിക് എനർജി ഏജൻസിയോ സെക്യൂരിറ്റി കൗൺസിലോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ പല അടവുകളും നോക്കിക്കൊണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു. പക്ഷെ അവർക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നം, ഈ സാങ്ഷൻസ് ഉള്ളത് കൊണ്ട് അവരുടെ ഇക്കോണമി ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്. സാങ്ഷൻസ് ഇല്ലാതിരിക്കണമെങ്കിൽ അവർ ന്യൂക്ലിയർ ഇഷ്യൂവിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരും. അപ്പോൾ ചർച്ചകൾ നടക്കും. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ ഡിസ്കഷൻ തീരുന്നതിന് ഡിസ്കഷൻ വീണ്ടും തുടരുന്നു. ആ ഡിസ്കഷനിൽ ഒരു തീർച്ച എത്തിയില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ടൊരു പെക്യൂലിയർ നെഗോസിയേഷൻ ആയിരുന്നു. ഈ യുദ്ധം ചെയ്യാതിരിക്കണമെങ്കിൽ എഗ്രി ചെയ്യണം, പിന്നെ എന്തിനാണ് നെഗോസിയേഷൻ? അപ്പൊ അതുകൊണ്ട് അതൊരു പിന്നെ വീണ്ടും സങ്കീർണമാകുകയുണ്ടായി. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് സൊല്യൂഷൻ കാണാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്. അത് യുദ്ധം കൊണ്ടൊന്നും മോശിപ്പിക്കാനൊക്കില്ല. എത്ര ഇറാനെ തോൽപ്പിച്ചാൽ പോലും അവർ വീണ്ടും അവരുടെ പരീക്ഷണങ്ങൾ തുടരുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടൊരു യുദ്ധം ഉണ്ടായാൽ പോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും